ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെക്കേഷനൊക്കെ ആയത് കാരണം വൈകുന്നേരം പിള്ളേർക്ക് കഴിക്കാനുള്ള ഒരു ചെറിയൊരു സ്നാക്സിന്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഞാനും തീയും കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ കുക്കിംഗ് ചെയ്യാൻ പോണത്. ആദ്യം ആ സാധനങ്ങളൊക്കെ കലക്കി വെക്കണം, അതിന്റെ ബാറ്റർ കലക്കി വെക്കണം. അപ്പൊ ആദ്യമേ തന്നെ അതാണ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിത് ഉണ്ണിയപ്പം ഇതിന്റെ ബാറ്റർ കലക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബൗളാണ് എടുത്ത് വെച്ചേക്കണത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അല്ല അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ പുട്ടുപൊടിയല്ല, നമ്മള് ഇടിയപ്പത്തിന്റെയും പത്തിരിയുടെയും ഒക്കെ പൊടിയില്ലേ, ആ ഒരു അരിപ്പൊടിയാണ് നമ്മൾ ഇവിടെ എടുക്കണത്. അപ്പൊ ഏകദേശം ഒരു കപ്പ്, കുറച്ചൊക്കെ താഴോട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് തുടച്ചെടുക്കാം. അപ്പൊ ഈ ഒരു കപ്പാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. ഈ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിനകത്തോട്ട് ഉണ്ടാക്കാനായിട്ട് പോണത്. ഇനി നമുക്കൊരു ഏകദേശം ഒരു കപ്പിൽ കൂടുതലായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി എടുക്കണം കേട്ടോ. ഏകദേശം ഒരു കാൽ കപ്പും ഒരു ഇത്തിരിയും കൂടി ഉണ്ട്, അരക്കപ്പായിട്ടില്ല. അപ്പൊ ഒരു ഏകദേശം ഒരു കാൽ കപ്പോളം നമുക്ക് ഇച്ചിരി ഗോതമ്പ് മാവും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളത് ഒരു കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യം ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഉരുക്കാൻ വെക്കാം. ശർക്കര ഉരുക്കി വരുന്ന നേരത്തിന് നമ്മളത് ഇവിടെ ഒരു 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം പൊടിച്ച് നമുക്ക് മാറ്റി വെക്കായേ. ഇത്തിരിക്കോളം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പൊ അതേ നമ്മുടെ ഏലക്കായ പൊടിച്ചതാണ്. ഏലക്കായ പൊടിച്ചതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കായ പൊടിച്ചത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ നമ്മുടെ ശർക്കര ഇവിടെ അരിഞ്ഞു തുടങ്ങുന്നുള്ളൂ. അപ്പൊ കട്ടയാണ്. അപ്പൊ അലിയാനായിട്ട് കുറച്ച് താമസം വരും. അപ്പൊ ആ നേരത്തിൽ നമുക്ക് 2 പഴവും കൂടി അടിച്ചെടുക്കണം കേട്ടോ അതിനകത്ത് ആ ബാറ്ററിലോട്ട് ഇടാനായിട്ട്. അതേ നമ്മളിവിടെ പാളയംകോടൻ പഴമാണ് എടുത്തേക്കണം കേട്ടോ. പാളയംകോടൻ പഴമാണ് ഈ ഉണ്ണിയപ്പത്തിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഞാൻ പാളയംകോടൻ പഴം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിങ്ങമ്പഴമാണ് നമ്മൾ ചേർക്കണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി പുളിപ്പുള്ള പഴമാണ് ഈ ഞാലിപ്പൂവനും ചിങ്ങമ്പഴം എന്നൊക്കെ പറയണത്. അപ്പൊ നമുക്ക് ആ ഒരു ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കണത്. അപ്പൊ ഈ 2 പഴമാണ് നമ്മുടെ ഇവിടെയൊക്കെ മെയിൻ ആയിട്ട് ചേർക്കണത്. അപ്പൊ വേറെ പഴങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റിൽ പെടുത്തണേ. നമ്മളിവിടെ സാധാരണ ഈ പാളയംകോടൻ പഴമാണ് ചേർക്കാം. പാളയംകോടൻ എന്ന് നമ്മളിവിടെ പറയണത്. പിന്നെ ചെറുപഴം എന്ന് നമ്മളിവിടെ പറയും. വേറെ എന്തൊക്കെ പേരാണ് നമുക്ക് പറയണതെന്ന് അറിയില്ല. നമ്മളിവിടെ ഈ 2 പേരാണ് ഈ പഴത്തിന് പറയണത്. പാളയംകോടൻ പഴം നമ്മള് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടി നമ്മൾക്ക് ഇതിനകത്തോട്ട് ചേർക്കണം. ഇനി ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതധികം പഴുക്കാത്ത പഴമുണ്ട്. അപ്പൊ അത് കാരണം കൂടാണ് ഇങ്ങനത്തെ ഇതായിട്ട് കളറായിട്ട് നിൽക്കണത്. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് നമ്മുടെ ശർക്കരപ്പാനിയും കൂടിയാണ് നമുക്ക് ചേർക്കാനുള്ളത്. അപ്പൊ അതേ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഉരിക്കാനകത്തോട്ട് ഉരുക്കിയ ശർക്കരപ്പാനി അല്ലേ, കുറേശ്ശെ ഇട്ട് കൊടുക്കായേ. നമുക്ക് ഇളക്കി കൊടുക്കാം. ആ ടൈമിൽ നല്ലപോലെ ഇളക്കണം തീയ ഫ്രണ്ട്സ്. അപ്പൊ ബാക്കി തീയ ഒഴിക്കണേണ്ട ശർക്കരപ്പാനി മുഴുവൻ ഒഴിച്ചു. അത് മുഴുവനും അതങ്ങനെ എന്നിട്ട് നന്നായിട്ട് ഇളക്ക്. വെക്കേഷൻ ആയതാണ് നമ്മൾ തീയനെ കുറച്ച് പണിയൊക്കെ പഠിപ്പിക്കാന്നും കൂടി കരുതിയിട്ടാണ് ഇതേപോലത്തെ പണികളൊക്കെ ചെയ്യണ കേട്ടോ. അപ്പൊ എനിക്ക് കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കും, മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കും. അതെ, അതങ്ങനെ നന്നായിട്ട് ഇളക്ക്. ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ട്. നല്ല ഇതായിട്ട് നിൽക്കണം. ഇളക്കി നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ ഇതിന് കൂടാണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു സാധനം കൂടി ഇടണം കേട്ടോ. നമ്മൾ ഈ പഴംപൊരിയുടെ ബാറ്റർ ഇതൊക്കെ റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മള് ഇത്തിരി ഉപ്പിടുമല്ലോ. അത് എല്ലാത്തിലും ഇടും, പായസത്തിലൊക്കെ ഇടും ചിലവരിടും. ഞാൻ വീഡിയോ അറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഒരു മധുരത്തിന്റെ ഒരു ഇത് ഇതാക്കാൻ വേണ്ടി നമ്മള് അതിനകത്ത് ഉപ്പിടണ സാധനങ്ങളിൽ ഇത്തിരി പഞ്ചസാര ഇടും. ദിയ പറഞ്ഞേക്കണ പായസത്തില് ഉപ്പിടൂന്നാണ്. എനിക്കറിയില്ല അതിനി അത് ശരിയാ. ദിയ വീഡിയോ ഒക്കെ കാണാറുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇളക്കി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത്തിരി വെള്ളം കൂടുതൽ ചേർക്കണം കേട്ടോ. ശർക്കരപ്പാനി ആയാലും മതിയല്ലേ അമ്മ? ശർക്കരപ്പാനി ആയാലും പോരെ. ശർക്കരപ്പാനി ഇട്ടണേ മധുരം കൂടിപ്പോകും. നിങ്ങൾക്ക് ഉള്ള അനുസരിച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര. നമ്മുടെ മാവ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു 5 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ നമുക്കത് സെറ്റ് ചെയ്യാൻ, പൊങ്ങാനായിട്ട്, പുളിക്കാനായിട്ട് ഒന്ന് ഇരിക്കണം കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം ബേക്കിംഗ് സോഡ ഇട്ടിട്ടൊന്ന് കലക്കിയിട്ട് അപ്പൊ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോ എന്തായാലും ഇവിടെ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ വെക്കണേ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ഒരു ഏകദേശം ഒരു 3-4 മണിക്കൂറായിട്ടാണ് നമ്മളിത് വെച്ചിട്ട്. അപ്പൊ നമ്മള് ഇതിനകത്ത് ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് തേങ്ങയൊക്കെ വറുത്തിടും. നമ്മൾ തേങ്ങ ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്ത കാരണം തേങ്ങ വറുത്തിടില്ല. നമ്മളിത് കുറച്ച് എള്ള്, കറുത്ത എള്ള കേട്ടോ, അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ആ ബാറ്ററിന്റെ കൂടെ മിക്സ് ചെയ്യാം. കുറച്ച് എടുത്തിട്ടുള്ളൂ, അധികം എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയേ. ഇത്തിരി എടുത്തിട്ടുള്ളൂ. തേങ്ങാക്കൊത്തും ഇതൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിവിടെ നിങ്ങൾ തേങ്ങാക്കൊത്ത് ആർക്കും വലിയ താല്പര്യം ഇല്ലാത്ത സംഗതി ആയത് കാരണം നമ്മള് തേങ്ങാക്കൊത്ത് ഇടണില്ല. അച്ഛൻ തിന്നൂല, ആരും തിന്നില്ല, അങ്ങനെ എല്ലാരും തിന്നുന്നത്. പായസത്തിന്റെ മണം ഉണ്ടല്ലേ ദിയ? പരിപ്പ് പായസത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബാറ്ററൊക്കെ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. ഇത്തിരി കൂടി വെള്ളം ചേർക്കാന്ന് പറഞ്ഞു, ഒരു കട്ടിപ്പോലെ വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കൊരു ഇത്തിരിയും കൂടി വെള്ളം ചേർക്കാവേ. അതെ നമ്മളൊരു പൊട്ടിക്കും കൂടി ഈ ഒരു തവിക്ക് ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ കയ്യിലും വെച്ചിട്ടാണ് കേട്ടോ കോരി ഒഴിക്കാൻ പോണത്. കുഞ്ഞുണ്ണിയപ്പം മതി എന്ന് പറയണം. അപ്പൊ അത് കാരണം നമ്മൾ ഈ കയ്യിൽ നിന്നാണ് കോരി ഒഴിക്കാൻ പോണത്. അതേ നമ്മള് എണ്ണ ഒഴിച്ചു കൊടുക്കണേനെ. എണ്ണ ഉണ്ണിയപ്പത്തിന് അധികം അങ്ങനെ എണ്ണ ആവശ്യമില്ല. മുക്കിയാണ് പൊരിച്ചെടുക്കണത്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മള് മാവ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും ശരിയായിട്ട് വരൂല. അപ്പൊ എണ്ണ ആദ്യം നല്ലോണം ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് മാവ് ഒഴിക്കാം. മാവ് ഒഴിക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിറച്ച് കവിയണ വരെ ഒഴിക്കരുത്, പകുതിക്ക് വെച്ച് നിർത്തണം. അല്ലെങ്കിൽ ആ ഒരു ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പ് വല്ലാത്ത ഷേപ്പായി പോകും. പൊങ്ങി വരുമ്പോഴത്തേനും വേറൊരു ഷേപ്പിലേക്ക് ആവും. അപ്പൊ നമ്മളൊരു പകുതിക്ക് വെച്ചിട്ട് വേണം നിർത്താൻ. നമുക്ക് ഇപ്പൊ ഞാനിപ്പോ എടുത്തേക്കണ ഒരു കുഞ്ഞി ഉണ്ടൻ കയ്യിലാണ് എടുത്തേക്കണത്. അതിനകത്ത് നമുക്ക് ഫുള്ള് വേണോന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു കയ്യിലെടുത്തിട്ട് 2 എണ്ണത്തിലാക്കി ഇടണമെങ്കിൽ അങ്ങനെയും ഇടാട്ടോ. ഏകദേശം നല്ലപോലെ തിളച്ച് വന്നുണ്ട്. അപ്പൊ നമുക്കിനി കോരി ഒഴിക്കാം നോക്കാട്ടെ. കുറച്ചിട്ടാ മതി എന്നാണ് ഞാൻ പറയണത്. ഞാനൊരു കയ്യിലെടുത്തിട്ട് 2 പ്രാവശ്യം ഇട്ടാണ് ഇടുന്നത്. ഞാൻ ചില വീഡിയോയിലൊക്കെ കാണാറുണ്ട് വലിയ ഉണ്ണിയപ്പം കൊറേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കണം. നമുക്കിപ്പോ ചെറുതായത് കാരണം മതി. ഉണ്ണിയപ്പാണെങ്കിൽ നമ്മളിപ്പോ കുറച്ചേ ഉണ്ടാക്കുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം മാക്സിമം പോയ 2 ദിവസം അതിനുള്ളില് കേടായി പോണം. നൂലൊക്കെ ഇങ്ങനെ വലിയും. പഴമൊക്കെ നമ്മൾ ചേർക്കണല്ലേ. അപ്പൊ അത് കാരണം നൂലൊക്കെ വലിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം നമ്മള് കുറേശ്ശെ, ഇപ്പൊ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ദിവസം ഉണ്ടാക്കി എടുത്താൽ മതിയല്ലോ. നമ്മൾ കുറേശ്ശെ ഉണ്ടാക്കി എടുത്താൽ മതി. ഇതിപ്പോ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഷേപ്പിലേക്ക് ഇട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകുമോ എന്നുള്ളതൊക്കെ ഉണ്ട്. സക്സസ് ആയി തോന്നുന്നുണ്ട് കേട്ടാ. സോഫ്റ്റ് ആണ് പഴമൊട്ടല്ലേ. നമുക്കത് ഒരു വശം ആയിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് കമത്തിടാം. ഞാനിപ്പോ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കണ തീയ്. വേണമെങ്കിൽ കുറച്ചിടാം അല്ലേ. നമ്മള് ഇട്ടത് കറക്റ്റ് കണക്കാണ് ഇട്ടേക്കണ. കാരണം വെച്ചാൽ വെളിയിൽ തന്നെ നിക്കലുള്ളൂ, പുറത്തോട്ടൊന്നും ചാടിയിട്ടില്ല കേട്ടാ. ഇല്ല, അത് മറിച്ചിടുമ്പോ അതിന്റെ ഉള്ളിൽ പോകണം. ഓക്കേ, നമ്മുടെ ഉണ്ണിയപ്പം സെറ്റായതോ. നമ്മള് നല്ല തീക്ക് നല്ല കൂട്ടിയിട്ടാണ് ഒരു പൊടിക്ക് കുറച്ച് വേണേ കൊടുക്കാം. എനിക്ക് അധികം ഉണ്ടാവുമെന്ന് തോന്നണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള ഇതുള്ളതെന്നാണ് തോന്നണത്. അതെ, ഏകദേശം കരിയാണ പോലെ ആവണ്ട്. നമുക്ക് തീ കുറച്ചിട്ടിട്ട് കുത്തിയെടുക്കാട്ടെ. ഇനി നമ്മളുടെ സ്വന്തം ചൂടോടെ കഴിക്കാലോ. നല്ല സോഫ്റ്റ് ആവുന്നല്ലേ. സോഫ്റ്റ് ആയിട്ട് കുട്ടി കുട്ടി പോകുന്നു.
ദിയക്ക് ഒരു ഭയങ്കര ആഗ്രഹം, ദിയക്കൊന്ന് ഉണ്ണിയപ്പത്തി ചട്ടിയിടണമെന്ന്. അപ്പൊ ദിയ ഇപ്പൊ ഇടണേണ് കേട്ടാ. നിറച്ചൊഴിക്കണ്ട, പകുതി പകുതി പകുതി. അങ്ങനെ അങ്ങനെ അത്ര മതി, അത്ര മതി. കൊറേ ആയിട്ടുണ്ടെങ്കിൽ പൊങ്ങി പുറത്തോട്ട് ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ഇതെടുത്ത് കൈ പിടിക്കുക, ഇതെടുത്ത് കൈ പിടിക്കുക, അങ്ങനെ ഉണ്ടാക്കണത്. അപ്പൊ ദിയയുടെ ഉണ്ണിയപ്പം ഉണ്ട്. ദിയയുടെ ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വേഗം വേഗം ഇടും, അല്ലെങ്കിൽ ബാക്കി കരിഞ്ഞു പോകും. അപ്പൊ ഓക്കെ, ദിയയുടെ ഉണ്ണിയപ്പം ഇവിടെ ദിയ മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ഷേപ്പ് ആവും. ദിയ എന്ത് ഷേപ്പ് ആവും? അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രം നിറച്ച് ഉണ്ണിയപ്പം ഉണ്ട്. നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ട. ദിയൊക്കെ വേണ്ടേ? നല്ല പഞ്ഞു പഞ്ഞു പോലത്തെ ഉണ്ണിയപ്പം ഉണ്ടാ. ചിലതൊക്കെ ഇത്തിരി മൂത്ത് പോയി തോന്നുന്നു അല്ലേ? നമുക്കൊന്ന് തിന്നോക്കിയേ. ചമക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി ഉണ്ണിയപ്പം ഉണ്ട് നമ്മളിന്ന് ഉണ്ടാക്കിയേക്കണത്. അപ്പൊ നല്ല മൊരുമൊരാന്നുണ്ട്. ഇത്തിരി സോഫ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ സോഫ്റ്റ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഇത്തിരി മൊരിച്ചെടുക്കണമെങ്കിൽ ഞാനിപ്പോ ഇത്തിരി മൊരിച്ചിട്ടാണ് ഉണ്ണിയപ്പം എടുത്തേക്കണത്, നല്ല കറമുറ കടിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചായക്കുള്ള സ്നാക്സ് എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ്. നമ്മ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയേക്കണ ഉണ്ണിയപ്പം കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഉണ്ണിയപ്പം വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ ഉണ്ണിയപ്പത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ വെക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാന്നുണ്ടെങ്കിൽ കമന്റ് ഇടണം. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബൈ.